നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണുന്ന ഒടുവിൽ നിധിയെയും കൂട്ടി സുധീഷ് പുറത്തേക്ക് പോവാണ്. അപ്പം സുധീഷിന് ഭയങ്കര സന്തോഷമാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകണമെന്ന് പറയണേ. ഇത് 2ാം തവണയാണ്. ഇതിനു മുമ്പ് ഒരു തവണ വിളിച്ചോണ്ട് പോയി. അന്ന് നിധിക്ക് മാനസികമായിട്ട് ഭയങ്കര അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടിക്കൊണ്ട് പോയത്. ഇന്നും അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ നിധിയുടെ മനസ്സിൽ എന്താന്ന് സുധീഷിന് അറിയില്ലല്ലോ. അങ്ങനെ അവർ പുറത്തുപോയി കാറൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങുവാണ്. ആ സമയം നിധിയോട് സുധീഷ് ചോദിച്ചു, അല്ല നിനക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞേ, എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധി പറഞ്ഞു, നമ്മൾ എത്ര നാളാ ഇങ്ങനെ പോണേന്ന് ചോദിച്ചു. അതെന്താ നിധി അങ്ങനെ പറഞ്ഞേ? അല്ല നമ്മുടെ കല്യാണം സുധീഷിന് അറിയാലോ എങ്ങനെയാ നടന്നേന്ന്. നമ്മളിപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുമല്ലോ എല്ലാവരുടെ മുന്നിൽ. ഭാര്യ ഭർത്താക്കന്മാരാന്ന് പറഞ്ഞ് നമ്മൾ ശരിക്കും ഒറിജിനലി ഭാര്യ ഭർത്താക്കന്മാരല്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം സുധീഷ് പറഞ്ഞു, അതിനെന്താ, ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, ഇപ്പം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അത് ശരി തന്നെയാ. പക്ഷെ എത്ര കാലം ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് കള്ളത്തരം കാണിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും? ഒത്തിരി കാലമൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷ് ചോദിച്ചു, അല്ല നിധി അതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കണേ? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോഴേക്കും നിധി പറഞ്ഞു, സുധീഷിന് നല്ലൊരു ജീവിതമുണ്ട്. ഞാൻ കാരണം സുധീഷിന് ജീവിതം നശിച്ചേക്കുക. സുധീഷ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം ഞാനൊരു പക്ഷേ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ സുധീഷിൻ്റെ ജീവിതത്തിൽ നല്ലൊരു പെൺകുട്ടി വരില്ലായിരുന്നോ? അവരുമായിട്ട് നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ലായിരുന്നോ? പക്ഷെ ഇപ്പോഴോ ഞാൻ വന്ന സമയത്ത് സുധീഷിന് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഉണ്ടായേക്കണേന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞു, ബുദ്ധിമുട്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല നിധി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സുധീഷിൻ്റെ ജീവിതം ഞാനായിട്ട് തല്ലി തകർക്കാൻ പാടില്ല. പിന്നെ എനിക്ക് എൻ്റേതായിട്ടൊരു ജീവിതമുണ്ട്. എനിക്ക് കൂടുതൽ പഠിക്കണം, ജോലി വാങ്ങണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം നമ്മുടെ വിവാഹം അതൊരിക്കലും ഒരു തടസ്സമാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അല്ല നിധി എന്താ ആലോചിക്കണേന്ന് ചോദിച്ചു. എന്താ പറഞ്ഞു വരുന്നേ? അത് ഇനിയിപ്പം മറച്ചു വെച്ചിട്ട് കാര്യമില്ല, നമുക്ക് ഡിവോഴ്സ് ആകാമെന്ന് പറയണം. ഡിവോഴ്സോ? ഒരു നിമിഷം ഞെട്ടിപ്പോയി സുധീഷ്. അപ്പോഴേക്കും നിധി പറഞ്ഞു, എന്താ സുധീഷ് ഇത്ര അന്താളിപ്പ്? ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇത്ര ഞെട്ടേണ്ട കാര്യമില്ല. നമ്മൾ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചൊന്നും അല്ലല്ലോ. അത് വെറും ഒരു എഗ്രിമെൻ്റ് വിവാഹം മാത്രമായിരുന്നല്ലോ. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ, നിയമപരമായിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നല്ലാതെ നമ്മൾ ഒരിക്കലും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരൊന്നും അല്ല. പിന്നെ സുധീഷിന് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സുധീഷ് ആകെപ്പാടെ ടെൻഷനായിപ്പോയി. പക്ഷെ അതാ ഭാവപ്രകടനങ്ങൾ പിന്നെ മുഖത്ത് കാണിച്ചില്ല. ഇവളുടെ മുന്നിൽ അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. സുധീഷ് പറഞ്ഞു, അത് പിന്നെ നിധി നീ ആലോചിച്ചാണോ തീരുമാനം എടുത്തിരിക്കുന്നത്? അതെ, ഞാൻ നല്ലവണ്ണം തന്നെ ആലോചിച്ചു. ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതാ നല്ലത്, ഡിവോഴ്സ് ആവുകയാണെങ്കിൽ സുധീഷിന് നല്ലതായിരിക്കും. സുധീഷിൻ്റെ ജീവിതത്തിലും നല്ലൊരു പെൺകുട്ടി വരും. വെറുതെ ഇങ്ങനെ ജീവിതം നശിപ്പിച്ച് കളയാനുള്ളതല്ല ഞാൻ. കാരണം സുധീഷിൻ്റെ ജീവിതവും പോയിക്കൊണ്ടിരിക്കുമല്ലേ. സുധീഷ് പറഞ്ഞു, അല്ല ഇതൊക്കെ വേണോ? ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു പക്ഷേ നീ ഡിവോഴ്സായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെന്ത് പറയും? ഈ പറയുന്ന എൻ്റെ അനുജന്മാരോടൊക്കെ ഞാൻ എന്ത് പറയും? അതൊക്കെ ഞാൻ സംസാരിച്ചോളാം. അവരുടെ കാര്യകാരണങ്ങൾ വ്യക്തമായിക്കോളാം. എൻ്റെ കഴുത്തിൽ സുധീഷ് താലി കിട്ടുക മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ താലി അഴിച്ചു തന്നിട്ട് ഞാൻ പോയാനും. പക്ഷെ അതല്ലല്ലോ, നിയമപരമായിട്ട് നമ്മൾ വിവാഹം രജിസ്റ്റർ ചെയ്താണ്. അപ്പോൾ എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞേ, അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് വേണമെന്ന്. എടി പാബി, നീയാണ് അപ്പം അല്ലേ എരിപൊരി കയറ്റി കൊടുത്തിരിക്കുന്നത്. ഏത് സമയത്താണോ എന്തോ. ആ സമയത്ത് നീതി പറഞ്ഞു, അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് ഡിവോഴ്സ് കിട്ടിയാലോ ഇവിടുന്ന് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ല ഞാൻ എവിടെ പോയാലും എനിക്കതൊരു ബാധ്യതയായിട്ട് മാറും. ഒടുവിൽ സുധീഷ് പറഞ്ഞു, അങ്ങനെയാ നിധിയുടെ ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അല്ലാതെ പറയാൻ പറ്റില്ലോ, എങ്ങനെയെങ്കിലും ഇതൊന്നും മുടങ്ങിയാൽ മതിയായിരുന്നു എന്നൊരു ചിന്ത മാത്രമായിരുന്നു സുധീഷിൻ്റെ മനസ്സിൽ. എങ്ങാനും ഡിവോഴ്സായി പോയിട്ടുണ്ടെങ്കിൽ താൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് വെറുതെ ആവുമല്ലോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അവർ തിരികെ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി, ജോലിക്കൊക്കെ ആയിട്ട് പോയി. സുധീഷ് മാത്രം അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നിധി അവിടേക്ക് ഇങ്ങനെ തൂത്ത് തുടച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയം സുധീഷ് കോട്ടുവായൊക്കെ ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോഴേക്കും നിധി ചോദിച്ചു, ഇതെന്താ സുധീഷ് രാവിലെ കോട്ടുവായൊക്കെ ഇട്ടിരിക്കണേന്ന് ചോദിച്ചു. പിന്നെ രാവിലത്തെ കോട്ടുവ ഉച്ചയ്ക്ക് ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു. അതെ, ഒരു ജോലിയും കൂലില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാ. എന്തേലും ദേഹം അല്ലെങ്കിൽ പണി ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ കോട്ടുവായൊന്നും വരത്തില്ല, വെറുതെ ഇരിക്കുന്നതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ഞാനിപ്പോൾ വെറുതെ ഇരിക്കുന്നതായിരിക്കും നിനക്ക് പ്രശ്നമില്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ നിൻ്റെ കൂടെ തൂക്കാനും തുടയ്ക്കാനും കൂടാം.
അതെ, അങ്ങനെ തൂക്കാനും തുടയ്ക്കാനും കൂടിയാൽ മതി. എൻ്റെ നിധി, ഇതെത്ര തൂത്തെന്നും തുടച്ചെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ ഇത് ഇതുപോലെ തന്നെ കിടക്കത്തുള്ളൂ, വൃത്തിയായിട്ട് കിടക്കത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് തൂക്കാതെ തുടയ്ക്കാതെ ഇടാനാണെന്നൊക്കെ ചോദിച്ചു. ആ സമയത്താണ് ഭാസ്കറിനെ കാണാനായിട്ട് ഒരാൾ വരുന്നത്. അങ്ങനെ അവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവണം. അപ്പം എന്തോ പണിക്കാരത്തെ ചൊല്ലിയോ അതിന് ആ പൈസ മേടിക്കുന്ന കമ്മീഷനെ ചൊല്ലിയൊക്കെയാണ് വാക്കുതർക്കം നടക്കുന്നത്. ഇവിടെ ഈ ഭാസ്കരൻ പറഞ്ഞു മര്യാദയ്ക്ക് നീ പൈസ തന്നോണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ഭാസ്കരൻ്റെ അവിടെ ഒരു കുപ്പി ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നു, മദ്യക്കുപ്പി. അതെടുത്ത് അവൻ്റെ തലക്കിട്ട് നേരെ ഊങ്ങുവാണ്. ദേ, പണം തന്നില്ലെങ്കിലുണ്ടല്ലോ, ഇത് വെച്ച് നിന്റെ തലമടി ഞാൻ തല്ലിപ്പൊളിക്കും എന്നൊക്കെ പറഞ്ഞു. ഓഹോ, അത്രയ്ക്കാണോ? അങ്ങനെയാണെന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞു. നിധി ആകെപ്പാടെ പേടിച്ചുപോയി. നിധി സുധീഷിനോട് പറഞ്ഞു, സുധീഷെ, അച്ഛനും അയാളും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമാണ്. എന്നിട്ട് നീ എന്താ ഇങ്ങനെ നോക്കിയും കണ്ടു ഇരിക്കണമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവർ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ തീർത്തോളം. എന്തോ കമ്മീഷൻ്റെ കാര്യങ്ങളൊക്കെയാ, പൈസ പ്രശ്നമാണ്. അതിൻ്റെ ഇടയ്ക്കേക്ക് തലയിടാൻ പോകേണ്ട കാര്യമില്ല. അല്ല നിധി, നീ വന്നിട്ട് ഇത്ര ദിവസമല്ലേ, അച്ഛൻ്റെ സ്വഭാവം നിനക്ക് മനസ്സിലായിട്ടില്ലേന്ന് ചോദിച്ചു. പിന്നെ നീ എന്തിനാ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു. നിധിക്ക് അത്ഭുതമായിരുന്നു സുധീഷ് അങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പം. പിന്നീട് സുധീഷ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നിധി പറഞ്ഞു, സുധീഷെ, നമുക്ക് വക്കീലിനെ കാണാൻ പോയാലോ എന്ന് ചോദിക്കുക. വക്കീലിനെ കാണാനാ? എന്തിനാ? ആഹാ, അപ്പം ഇന്നലെ വൈകുന്നേരം പറഞ്ഞൊക്കെ മറന്നുപോയോ? അല്ല, അത് പിന്നെ. ഇത് കേട്ടുകഴിഞ്ഞപ്പം സുധീഷ് പറഞ്ഞു, അപ്പം നീ അത് സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? പിന്നല്ലാതെ, ഞാൻ പിന്നെ തമാശ പറഞ്ഞാന്ന് ഓർത്തോ? അത് കേട്ടുകഴിഞ്ഞപ്പം സുധീഷ് പറഞ്ഞു, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ നിധി? വേണം, പോകാതിരിക്കാൻ പറ്റില്ല സുധീഷെ. സുധീഷിനൊരു ജീവിതം ഉള്ളതല്ലേ. ഇപ്പോഴേ നമ്മൾക്ക് അഡ്വക്കേറ്റിനെ കാണാൻ പോവുകയാണെങ്കിൽ ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ ഡിവോഴ്സ് കിട്ടുമെന്നാ സാന്ദ്രേച്ച് പറഞ്ഞെന്ന് പറയോ? ഓ, അപ്പോൾ അവളാണ് എല്ലാത്തിനെയും പിന്നെ ചരട് വലിക്കുന്നത്. അവൾ കാരണം മനുഷ്യർ ഒരു സ്വസ്ഥത സമാധാനം ഇല്ലാതായല്ലോ എന്നൊക്കെ ഇങ്ങനെ സുധീഷ് മനസ്സിൽ വിചാരിച്ചു. അപ്പോഴേക്കും നിധി പറഞ്ഞു, അതെ, ഒരു നല്ലൊരു വക്കീലുണ്ട്, ഞാൻ സാറിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. സുധീഷ് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. സുധീഷിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്, പോവാനും പറ്റില്ല, പോകാതിരിക്കാനും പറ്റാത്ത അവസ്ഥ. ഒരു സുധീഷ് ചോദിച്ചു, പോകണം നിർബന്ധമാണോ? ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് പോയാൽ പോരെ? എന്തിനാ 2-3 ആഴ്ച? ഒരു ദിവസം മുമ്പ് കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം മുമ്പ് കൊടുക്കണം, അതാ ഞാൻ നോക്കിയിട്ട് നല്ലത്. ഇതിനി ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതിൽ യാതൊരു അർത്ഥവും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ സുധീഷിനെ സമ്മതിക്കേണ്ടതായിട്ട് വന്നു ചെല്ലാന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അഡ്വക്കേറ്റിനെ കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവർ വക്കീൽ ഓഫീസിലേക്ക് ചെന്നു. ഈ സമയം നിധിയുടെ ഫോണിലേക്ക് സാന്ദ്ര വിളിക്കുകയാണ്. നിധി, നിന്റെ മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു. ആ, അത് ചേച്ചി, ഞങ്ങൾ വക്കീൽ ഓഫീസിൽ എത്തിയെന്ന് പറയണേ. എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം, ഇനി അത് നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. ശരി, ഞാൻ വക്കീലൊന്ന് കണ്ട് സംസാരിക്കട്ടെ എന്നൊക്കെ നിധി പറഞ്ഞു. പിന്നീട് അവിടേക്ക് സ്റ്റാഫ് വന്നിട്ട് ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. പറഞ്ഞു, വക്കീലിനെ കാണാനാന്ന് പറഞ്ഞു. സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. കയറി വരാൻ പറഞ്ഞു. അങ്ങനെ നിധി സുധീഷും കൂടെ വക്കീലിനെ മുല്ലേക്കുന്നു. പിന്നീട് വക്കീൽ വെച്ച് എന്താ കാര്യം എന്ന് ചോദിക്കണം. അപ്പോഴേക്കും നിധി പറഞ്ഞു, സാർ ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം, ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നാന്ന് പറയണം. അല്ല, നിങ്ങളാരാ? എൻ്റെ പേര് നിധി, ഇതെൻ്റെ ഭർത്താവ് സുധീഷ് എന്ന് പറയണം. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 2 മാസം ആയുള്ളെന്ന് പറഞ്ഞു. 2 മാസമോ? 2 മാസത്തിനുള്ള ഡിവോഴ്സോ? അയാൾക്ക് അത്ഭുതം തോന്നി. അതെ സാർ. അതെന്താ ഇത്ര പെട്ടെന്ന് ഡിവോഴ്സിന്? കാരണം ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എനിക്ക് സുധീഷിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല സാറേ. സുധീഷ് ഞാൻ തമ്മിൽ പിരിയാൻ തീരുമാനിച്ചു, ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വക്കീല് പറഞ്ഞു, അതെ, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തീരുമാനമൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ കേസ് കോടതിയിലേക്ക് പോയാലും അവർ ചിലപ്പോൾ കൗൺസിലിങ് കാര്യങ്ങളൊക്കെ തരും. അതിനുശേഷം ഒന്നിച്ചു പോകാൻ ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടൊക്കെയോ ഡിവോഴ്സ് തരുള്ളൂ. അങ്ങനെ പെട്ടെന്നൊന്നും ഡിവോഴ്സ് കിട്ടത്തില്ല, അല്ലെങ്കിൽ അതിന് തക്കതായൊരു കാരണം കാണണമെന്ന് പറയണം. അല്ല, നിങ്ങൾക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധി പറഞ്ഞു, സാറേ, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല സുധീഷിനും അതുപോലെ തന്നെയാണ്. ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ഇഷ്ടമില്ലാതെയാണോ നിങ്ങൾ കല്യാണം കഴിച്ചേ? അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതാ സാറേ. ഡിവോഴ്സിന് അപ്ലൈ ചെയ്തേ മതിയാവുള്ളൂ. ഇതെല്ലാം നിധി തന്നെയാണ് പറയുന്നത്. സുധീഷിന് ഇടയ്ക്ക് കയറി പറയണമെന്നുണ്ട്. സുധീഷ് പറയാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിധി തടഞ്ഞു. ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് സാറേ എന്ന് പറഞ്ഞു. അല്ല, അയാൾക്ക് എന്തൊക്കെയോ പറയാനുണ്ടല്ലോ. സുധീഷിനും ഇത് തന്നെയാണ് പറയാൻ ഉള്ളത്, ഡിവോഴ്സ് കിട്ടണമെന്ന്. അപ്പോഴേക്ക് സുധീഷിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഭയങ്കര ടെൻഷനാണ്. വക്കീൽ അത് ശ്രദ്ധിക്കുകയും ചെയ്തു. പിന്നീട് വക്കീൽ പറഞ്ഞു, ശരി, അങ്ങനെ നീക്ക് നിർബന്ധമാണ്, ഒരു കാര്യം ചെയ്യാം, രജിസ്റ്റർ കഴിഞ്ഞല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറയണം, ആ പേപ്പറൊക്കെ കാണിക്കാൻ പറയണം. അങ്ങനെ രജിസ്റ്റർ ചെയ്ത പേപ്പർ കൊടുത്തു. അത് വായിച്ചു നോക്കിയിട്ടെല്ലാം പറഞ്ഞു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണോ നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ നടന്നതെന്നൊക്കെ ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഓ, അപ്പം അങ്ങനെയാണല്ലേ. എന്നിട്ടപ്പം നിങ്ങൾ പ്രേമവിവാഹമായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അതിന് രണ്ടുപേരും ഒന്നും മറുപടി പറഞ്ഞില്ല. സ്നേഹിച്ച് വിവാഹം കഴിച്ചിട്ട് 2 മാസമായി കഴിയുമ്പോഴത്തേനും പിരിയാനായിട്ടോ? നല്ല കഥയായല്ലോ. അല്ല, ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് ചോദിച്ചു. അത് പിന്നെ സാർ ഞാൻ പറഞ്ഞല്ലോ,
എനിക്ക് ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം വക്കീൽ പറഞ്ഞു, ഇനിയിപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ. ഒരു കാര്യം ചെയ്യാം, ആധാർ കാർഡൊക്കെ തരാൻ പറയാണ്. ആധാർ കാർഡ് സുധീഷിന് സന്തോഷമായി. സുധീഷ് പെട്ടെന്ന് ആധാർ കാർഡ് അങ്ങോട്ട് കൊടുക്കുകയാണ്. നിധി പെട്ടുപോയി, ആധാർ കാർഡ് ഇല്ല. അപ്പോഴേക്കും വക്കീൽ ചെല്ല, നിങ്ങളുടെ ആധാർ കാർഡ് എന്തെന്ന് ചോദിച്ചു. സാറേ, എൻ്റെ കയ്യിൽ ആധാർ കാർഡ് ഇല്ലയെന്ന് പറയാം. പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതുകൊണ്ട് ആധാറൊന്നും എടുത്തില്ലെന്ന് പറയണം. ആധാർ എടുത്തില്ലെന്നോ? അപ്പം പിന്നെ ഇങ്ങനെ വിവാഹം രജിസ്റ്റർ ചെയ്തേ? അയ്യോ, അതിന് ആധാർ കാർഡ് വേണമായിരുന്നു. പിന്നെ ആധാർ കാർഡ് ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടേന്ന് ചോദിക്കുകയാണ്. ഇതൊന്നും ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. നിധി ആകെപ്പാടെ പെട്ടുപോയി. നിധിക്ക് ഒന്നും മനസ്സിലായില്ല. ആധാർ കാർഡ് ഇല്ലാതെ എങ്ങനെ രജിസ്റ്റർ ചെയ്തു? പക്ഷേ എങ്കിൽ സുധീഷിൻ്റെ കയ്യിൽ ഫോണിനകത്ത് കോപ്പി ഉണ്ടെന്നുള്ള കാര്യമൊന്നും നിധിക്ക് അറിയത്തുണ്ടായിരുന്നല്ലോ. അതവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളെന്ന്. ഈ സമയം സുധീഷ് വിട്ടുപോയി. ദൈവമേ, തൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കോ എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ നിധിയുടെ മനസ്സിൽ എങ്ങനെ വിവാഹം നടന്നു ആധാർ കാർഡ് ഇല്ലാതെ? അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.